ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കാലം ഒരു രേഖ വരച്ചു. ആ രേഖ നൂറ്റാണ്ടുകളായി ഒരേ മണ്ണിൽ ഒരുമിച്ച് ജീവിച്ചവരെ ശത്രുക്കളാക്കി. നടന്നത് വെറും ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പലായനത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ഭീകരതയുടെയും തുടക്കം. 1946 ഓഗസ്റ്റ് 16 സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജിന്ന പ്രഖ്യാപിച്ചു, യുദ്ധം ചെയ്തും പാകിസ്ഥാൻ നേടും. അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ആഹ്വാനപ്രകാരം കൽക്കത്തയിൽ ഹർത്താലും പ്രകടനങ്ങളും നടന്നു. എന്നാൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അത് ഹിന്ദു മുസ്ലിം വർഗീയ കലാപമായി മാറി. വർഗീയ കലാപങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അതിവേഗം പടർന്നു. ആളുകൾ ആയുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം ആക്രമിച്ചു. തെരുവുകൾ യുദ്ധക്കളമായി മാറി. വീടുകൾ, കടകൾ, ആരാധനാലയങ്ങൾ എന്നിവ തീവച്ച് നശിപ്പിക്കപ്പെട്ടു. കൽക്കത്തയിൽ തുടങ്ങിയ കലാപം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാകെ വർഗീയ വികാരം ആളിക്കത്തിച്ചു. നൊഖാലിയിലും ബീഹാറിലും പടിഞ്ഞാറൻ പഞ്ചാബിലും കിഴക്കൻ പഞ്ചാബിലുമെല്ലാം വൻ രക്തച്ചൊരിച്ചിലുകൾ നടന്നു. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. നിരവധി പേർ ഭവനരഹിതരായി. ആളുകൾ ജീവൻ കൊണ്ട് എങ്ങോട്ടുമില്ലാതെ നെട്ടോട്ടമൂടി. ഈ സംഭവത്തിന് ശേഷം ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ നിരന്തരമായ അവിശ്വാസം ഉടലെടുത്തു. ഈ കലാപങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മാറ്റിമറിച്ചു. സമാധാനപരമായ മാർഗത്തിലൂടെ ഇന്ത്യയെ ഒരുമിപ്പിച്ചു നിർത്താനുള്ള എല്ലാ സാധ്യതകളെയും ഈ വർഗീയ കലാപങ്ങൾ ഇല്ലാതാക്കി. ഇരു വിഭാഗങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന ഭയം ജനങ്ങളിലുണ്ടായി. രക്തരൂക്ഷിതമായ ഈ കലാപം വിഭജനം ഉറപ്പിച്ചു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ പാകിസ്ഥാനിലേക്കും അല്ലാത്തവയെ ഇന്ത്യയിലേക്കും ചേർക്കുന്നതായിരുന്നു മാനദണ്ഡം. രാജ്യമാകെ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്ഥലവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. അക്രമങ്ങളിലും കലാപങ്ങളിലും ഏകദേശം 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഹൃദയം പിളർന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തകർത്ത, ചോരക്കളങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടം. ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റുവാങ്ങി ഒരു ജനത മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിന്ന നിമിഷങ്ങൾ. അതെ, ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ആ വിഭജനം. വെറുപ്പിന്റെയും വർഗീയതയുടെയും തീ ആളിക്കത്തിയപ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചു നടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ടവർ. എന്നാൽ ആ കറുത്ത ജനതാചങ്ങൾക്കപ്പുറം പ്രത്യാശയുടെ പ്രഭാതം ഉദിച്ചു വരുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ലോകം കണ്ണു ചിമ്മി തുറക്കു മുമ്പ് നൂറ്റാണ്ടുകളുടെ അടിമത്തം അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധ വെളിച്ചം ഇന്ത്യയുടെ മണ്ണിൽ ചൊരിഞ്ഞ ആ നിമിഷം.